ഇന്ന് ഞാൻ പതിവ് പോലെ ഷോപ്പ് തുറക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. എന്നും ഒരേ റൊട്ടീൻ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ ഇന്ന് എന്താണാവോ സൂര്യനെ ഇങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോൾ വല്ലാത്തൊരു മടി. അതുകൊണ്ട് ചൂടുണ്ട്, പക്ഷേ വെയിലിന് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പതിവ് പോലെ പാല് വന്നു, അതൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ ഞാൻ ഫ്രിഡ്ജിലത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ആക്കി വെച്ചു കേട്ടോ. ആകെ കലപിലായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. കസ്റ്റമേഴ്സൊക്കെ വന്നാൽ ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പെനഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. അതേപോലെ കുറച്ച് സോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടക്കി ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഷോപ്പിൽ അധികം അൻവർക്കാൻ്റെ ഷോപ്പിലത്തെ സാധനങ്ങളാണ് കേട്ടോ. അവിടുത്തെ അരിഞ്ചാക്ക്, ഓയിൽ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെയാണ് കൊടുന്ന് വെക്കുക. അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കൊടുന്ന് വെക്കണതാണ് കേട്ടോ. ഞങ്ങളുടെ റൂമിലും അതേ കേട്ടോ, ഷോപ്പിലത്തെ സാധനങ്ങൾ തന്നെയാണ് ഫുള്ള്. ഇങ്ങനെ കാർട്ടൂൺ ബോക്സിലുള്ള ഐറ്റംസുകളാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്കാകെ കുറച്ച് സ്ഥലമുള്ളൂ പെരുമാറാൻ. പിന്നെ ഫുൾ ടൈം ഞങ്ങൾ ഷോപ്പിൽ തന്നെ ആവുമല്ലോ. അതുകൊണ്ട് റൂമിൽ രാത്രി ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വേണ്ടി പോകും. അങ്ങനെയൊക്കെ കുറച്ച് സമയമുള്ളൂ. ബാക്കി ഫുള്ള് എല്ലാവരും ഷോപ്പിലല്ലേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. എൻ്റെ കിച്ചണൊക്കെ ഭയങ്കര ചെറുതാണ്. അത് ഞങ്ങളിങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തേക്കാണ് കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങനെ ഒരു കിച്ചണും ഉണ്ടായിരുന്നില്ല. ഈ സിങ്കും കാര്യങ്ങളും ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റവ്വോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആ സ്റ്റവ്വൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ അടുത്താണ് ഈ സ്റ്റൗവിൻ്റെ വീതനമൊക്കെ പിടിപ്പിച്ചത് കേട്ടോ. സ്റ്റവ്വ് മേടിച്ചിട്ടും അധികമായിട്ടില്ല. അത് വീതനം പിടിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ സ്റ്റവ്വ് മേടിച്ചത്. അതിൻ്റെ മുന്നേ ഞാൻ ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് ഉണ്ടാക്കിയിരുന്നത് ഫുഡ്. പിന്നെ ആദ്യം എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ ഫുഡൊന്നും. വല്ലപ്പോഴും എന്തെങ്കിലും നമുക്ക് ആഗ്രഹം തോന്നി ഉണ്ടാക്കാൻ തോന്നിയാൽ മാത്രമാണ് അങ്ങനെ ഉണ്ടാക്കിയിരുന്നുള്ളൂ. ബാക്കി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു ഫുഡ് കഴിച്ചിരുന്നത്. പിന്നെ ഹോട്ടലിലത്തെ ഫുഡ് ഇങ്ങനെ എപ്പോഴും കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. അങ്ങനെ വായയിലൊക്കെ പുണ്ണും പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നായൊക്കെ ആയിട്ടാണ് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. മിക്ക ദിവസങ്ങളിലും ഞാൻ രാത്രിയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാറ്. ചിലപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാണ്ടാവും നെസ്റ്റോൾക്കൊക്കെ. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ മിക്ക ദിവസം ഫുഡ് ഉണ്ടാക്കാറ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാവിലെ ആണെങ്കിൽ എനിക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ ചോറ് വെക്കാനൊക്കെ ഉള്ളൂ വെച്ചെങ്കിൽ ഞാൻ രാവിലെ ചോറ് വെക്കും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഷോപ്പിൽ നിന്ന് തന്നെ മേലേക്ക് കയറി വന്നിട്ട് അത് വറുത്ത് വെക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. കൂടുതൽ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒതുങ്ങിയ സ്ഥലത്ത്, ചുരുങ്ങിയ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കണത്. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഇതും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ടാവും അങ്ങനെ വിചാരിക്കുക. എൻ്റെ ഷോപ്പിൻ്റെ മേലെ താമസിക്കാനുള്ളൊരു ചെറിയ സൗകര്യത്തിലാണ് ഞങ്ങൾ ഇതൊക്കെ ഇവിടെ സെറ്റാക്കിയേക്കണത് കേട്ടോ. ഞാൻ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ദുബായിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഓരോ റൂമൊക്കെ കാണുമ്പോൾ ഒക്കെ തോന്നാറുണ്ടോ ഇതിൽ ഇത്രയും നല്ലതാണ് എൻ്റെ റൂം എന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ഞങ്ങളിനി റൂം എടുക്കുകയാണെങ്കിലും ഞാനിപ്പോൾ ഈ താമസിക്കണ ഈ സെയിം ബിൽഡിങ്ങിൽ തന്നെ എനിക്ക് റൂം വേണമെന്നാണ് ആഗ്രഹം. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഷോപ്പിൽ പോകാൻ എളുപ്പമുള്ളത് ഈ ബിൽഡിങ്ങിൽ നിന്നാണ്. ആദ്യത്തെ ഞങ്ങളുടെ റൂം ഈ സെയിം ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു. നാട്ടിലേക്ക് പോണ സമയത്ത് അത് റെൻറ്റിന് കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പോൾ അത് പിന്നെ അത് റിന്യൂ ചെയ്തില്ല. അത് കൊടുത്തു, റൂം ഒഴിവാക്കി. പിന്നെ വീണ്ടും വന്നപ്പോൾ ഇവിടെ റൂം കിട്ടാനില്ല. ഇങ്ങനൊരു സൗകര്യമുള്ള കാരണം കൊണ്ട് നമ്മൾ റൂം വെച്ചിട്ട് അങ്ങനെ പ്രത്യേകമായിട്ട് അന്വേഷിക്കണമില്ല. അപ്പോൾ ഒരു മാസം നിൽക്കാൻ വേണ്ടി വന്ന ഞാനാണ് ഇപ്പോൾ ഒരു വർഷമാവാറായി വന്നിട്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ ഇങ്ങനെ ഇത്രയും തോനെ നിൽക്കും എന്നുള്ളത്. വിസിറ്റിങ്ങിന് വരാറുണ്ട്, പിന്നെ അത് തീരാറാകുമ്പോൾ പുതുക്കും, എന്നിട്ട് വീണ്ടും 2 മാസം നിൽക്കും അല്ലെങ്കിൽ 3 മാസം നിൽക്കും പോവും. അങ്ങനെയായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ വിസയിൽ നിൽക്കണത്. 2 മക്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. 2 ആളിപ്പോൾ നാട്ടിലാണ്, ഞങ്ങളുടെ ഉമ്മാരടുത്താണ് കേട്ടോ അവർ നിൽക്കണത്. ഇൻഷാ അല്ലാ റൂമൊക്കെ ഈ വീഡിയോയിൽ കാണിക്കണമെന്നുണ്ട്. പക്ഷേ റൂം കാണിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഇവിടെ കിടക്കണത്. കാരണം അവിടെ സാധനങ്ങളൊക്കെ വന്നിട്ട് അത് കുറേ ഒതുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇന്ന് ഞാൻ മീൻ ബിരിയാണിയാണ് വെച്ചത്. മീൻ മസാല ഒക്കെ തേച്ചിട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും തക്കാളിയൊക്കെ നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചതിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു ആ പച്ചച്ചോയ മാറണ വരെ, പച്ചമണം അതെന്തോ മാറണ വരെ നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അങ്ങനെ ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്യുക. പിന്നെ മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊരിച്ച് വെച്ചിട്ടുള്ള ആ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കുക. മീൻ ഉടയാത്ത രീതിയിൽ മിക്സാക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ദം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ദം ഇടാണ്ട് തന്നെ കുറച്ച് ചോറ് മാറ്റി വെച്ചതാണ് കേട്ടോ. എനിക്ക് ദം ഇടാത്ത ചോറ് ഇഷ്ടമാണ്, ഇങ്ങനെ മസാല കൂട്ടി കഴിക്കാൻ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.